വിവാദത്തിൽ ഇ.പി. ജയരാജൻ ഡി.സി. ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ചു. ഡി.സി. ബുക്സ് പുറത്തുവിട്ട എല്ലാ പോസ്റ്റുകളും പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്ന് ഇ.പി. ജയരാജൻ നോട്ടീസിൽ പറയുന്നു. പോസ്റ്റുകൾ പിൻവലിച്ചില്ലെങ്കിൽ മറ്റ് നിയമ നടപടികളിലേക്ക് പോകുമെന്നുമാണ് ഇ.പിയുടെ നിലപാട്. സേഫ് സെയിൻ ലാബ്ദീൻ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. സേഫ്, നേരത്തെ തന്നെ ഇ.പി പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നു നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന്. DGPക്ക് പരാതി നൽകിയതിന് പിന്നാലെ അദ്ദേഹം അഡ്വക്കേറ്റ് വിശ്വൻ മുഖേന കൂടുതൽ നടപടികളിലേക്ക് എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ ഈ വക്കീൽ നോട്ടീസും. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഈ നോട്ടീസിൽ പറയുന്നത്? താൻ പറയാത്ത കാര്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു ധാരണയോ അങ്ങനെ ഒരു ആത്മകഥയുമായി ബന്ധപ്പെട്ട് താൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് പുറത്തു വന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്തിട്ടില്ല. അത് നിങ്ങൾ അതായത് ഡി.സി. ബുക്സ് പുറത്തുവിട്ടതാണ്. അത് തനിക്ക് അപരിഹാര്യമായ നഷ്ടങ്ങളും മാനസിക പ്രശ്നങ്ങളും വരുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പിൻവലിക്കണം എന്നുള്ളതാണ് ഇ.പി. ജയരാജൻ അഡ്വക്കേറ്റ് വിശ്വൻ വഴി നൽകിയ വക്കീൽ നോട്ടീസിൽ പറയുന്നതിന്. ഈ നോട്ടീസ് കിട്ടിയ ഉടനെ തന്നെ ആത്മകഥ എന്ന നിലയിൽ ഡി.സി. ബുക്സ് പുറത്തുവിട്ട സർവ്വ പോസ്റ്റുകളും ആത്മകഥാഭാഗങ്ങൾ, അത് ഇൻവെർട്ടർ കോമയിലാണുള്ളത്, ആത്മകഥാഭാഗങ്ങളും പിൻവലിച്ച് എന്റെ കക്ഷിയോട് നിർവചനം ഖേദം പ്രകടിപ്പിക്കണം. ആയത് പരസ്യപ്പെടുത്താനും അല്ലാത്ത പക്ഷം ഡി.സി. ബുക്സിനെതിരെ ശക്തമായ സിവിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കും എന്നുകൂടിയാണ് ആ നോട്ടീസിൽ വ്യക്തമാക്കുന്നത്. അതായത് മാനനഷ്ട കേസ് കൊടുക്കും എന്നുള്ളതാണ് അതിന്റെ ആകെത്തുക. ഇത് ഉടനെ പിൻവലിക്കണം എന്ന ആവശ്യം കൂടിയാണ് ഡി.സി. ബുക്സിനോട് ഇ.പി. ജയരാജൻ വക്കീൽ മുഖേന ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അദ്ദേഹം നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ട്രാപ്പിൽപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ള ഒരു ധ്വനി ഈ വക്കീൽ നോട്ടീസിലും കാണാൻ കഴിയുന്നുണ്ട്. ശരി സേഫ്.